കാണപ്പോകുന്നത് നിജം. ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഡയലോഗിൽ അവസാനിപ്പിക്കുന്നല്ല. എന്തായിരുന്നു പറഞ്ഞേ? അല്ല, കണ്ടതെല്ലാം നിജം അങ്ങനെയല്ലായിരുന്നോ? തമിഴില് പറയാനായിരുന്നു. പറയൂ. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാവുമല്ലോ. എനിക്കല്ലേ ഒരു ഡയലോഗ് പറയണമെങ്കിൽ ഒരാൾ പറഞ്ഞു തന്ന് അത് മനസ്സിലായി. അല്ലല്ല, നിങ്ങൾ കണ്ടതല്ലേ? അല്ല, അങ്ങയുടെ വായിൽ നിന്ന് കേൾക്കാൻ എനിക്കൊരാഗ്രഹം. ഒന്ന് പറഞ്ഞു നോക്കി പറയാം. എന്നാ എനിക്ക് വന്ന് കണ്ടത് നിജം, കാണാത്തത് പോയി. നീ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോകുന്നത് നിജം. താങ്ക് യു മച്ച്. Thank you, Lalitan, and thank you, Vijay Chandan. Thank you, the entire team over here. കഥകളിൽ ഒരുപാട് ഭ്രമിക്കുന്ന ആൾക്കാരാണ്. അത്തരം കഥകൾ കേൾക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ റഫീഖിൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് റഫീഖിൻ്റെ വൊക്കാബുലറി, റഫീഖ് എഴുതുന്ന വരികൾ. ഇപ്പോൾ ഇതിനകത്ത് 3-4 പാട്ടുകളുടെ ഒറിജിനൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് റഫീഖിൻ്റെയാണ്. പിന്നെ അതിൽ മ്യൂസിക് പ്രോഗ്രാമിങ്ങും അറേഞ്ച്മെൻറ്റും ഷാഹിൻ്റെ കൊണ്ടുള്ളത്. അപ്പോൾ പാട്ടുകളും തിരക്കഥയും അതിലെ സംഭാഷണവും ഒക്കെ നമുക്ക് ഒരു വിശ്വസനീയമായ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ ഒരാളെ എനിക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള, എനിക്ക് ഏറ്റവും അടുത്ത് ഇടപഴകി അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് റഫീഖ്. അതുകൊണ്ട് തന്നെ പുള്ളി ഓർമ്മിച്ച് ഇതിനെപ്പറ്റി ഇതിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്.